ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലക്ഷ്മി. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോൺ പൊട്ടി, അപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങി. പുതിയൊരു ഫോൺ വാങ്ങിയപ്പോൾ മേടിച്ചിരിക്കുന്നത് വിവോയുടെ ഫോണാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മുടെ X50യുടെ ബോക്സ് തുറക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ഒന്ന് തുറന്നിട്ടാണ് വന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ തന്നെ ഫസ്റ്റിലെ ഇവിടെ ആയിരുന്നു, അതുകൊണ്ട് അവർ ഫസ്റ്റിൽ തന്നെ തുറന്നു. ഇതിപ്പോൾ വിവോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈന കമ്പനിയാണ്. ചൈന കമ്പനി ആണെങ്കിലും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ്. എനിക്കറിയത്തില്ല, അങ്ങനെയാണ് പറയുന്നത്, മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം. ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ കണ്ടോ, ഇതിനകത്തൊരു കവർ ഉണ്ടായിരുന്നു. ആ കവർ അവരെടുത്ത് അത് ഓപ്പൺ ചെയ്തപ്പോൾ ഒന്ന് കവർ എടുത്തതാണ്, അത് അതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഒരു കവർ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ നമ്മൾ ആ ഗ്ലാസ് നമ്മൾ സാധാരണ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് ഒട്ടിക്കുമല്ലോ, ഗൊറില്ല ഗ്ലാസ് എന്ന് പറയത്തില്ലേ, അത് ഇതിനകത്ത് ഓൾറെഡി ഒട്ടിച്ച് തന്നെയാണ് വരുന്നത്. നമുക്ക് ആ ഫോൺ എടുത്തതിന് ശേഷം നമുക്കത് അതിന് കണ്ടോ, ഫോൺ എടുത്തു. നല്ല തിന്നായിട്ടുള്ള ഫോണാണ്, വെയിറ്റ് ഒന്നുമില്ല. നല്ല ഒരു ഗ്രേഡിയൻ്റ് കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ഒരു കളറല്ല, നല്ലൊരു ഗ്രേഡിയൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. കണ്ടോ, നല്ല തിന്നാണ് ഫോൺ, നല്ല കയ്യിൽ നല്ല വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ അത് നമ്മുടെ ആ ഫോണിൻ്റെ ഇതെടുത്തതിന് ശേഷം ഒരു കവറുണ്ടായിരുന്നു, അത് മാറ്റിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഇരിക്കുന്ന എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ചാർജറിൻ്റെ നമ്മുടെ അഡാപ്റ്റർ അതിനകത്തുണ്ടാവും. പിന്നെ വരുന്നത് ഇയർഫോണാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ഇതെല്ലാം ഒന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ സിം സ്ലോട്ടർ കുത്തുന്ന അത് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നമ്മുടെ ഗൈഡ് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഗൈഡ് ബുക്കുണ്ട്. ഞാനിപ്പോൾ മാറ്റി വെച്ചതായിരുന്നു ആ ഫോണിൻ്റെ കവറ്. അങ്ങനെ ഒരു ഗൈഡ് 2 ബുക്കുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് കവർ വരുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാക്ക് കവറാണ്, കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാക്ക് കവർ, നല്ലൊരു ബാക്ക് കവറാണ്. പിന്നെ നമ്മുടെ ചാർജറിൻ്റെ ആ വയറും അതിനകത്തിരിപ്പുണ്ട്. അതാണ് ചാർജർ. പിന്നെ നമ്മൾ അത്രയും ആ ഒരു ഇതാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ ചാർജർ നമ്മുടെ ഇയർഫോണിൻ്റെ അകത്ത് വേറൊരു ഇയർഫോണിൻ്റെ ആ ബഡ് ഉണ്ടല്ലോ, അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് 4 കൂടി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ഇയർഫോണാണ്. ഞാൻ ഇതുവരെയും വാങ്ങിയിട്ടുള്ള ഫോണുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇയർഫോണാണ്. എൻ്റെ ആ ഒരു ഭംഗി ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇയർഫോൺ കണ്ടിട്ടില്ല, അതുപോലെ നല്ലൊരു ഇയർഫോണാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയർഫോൺ കുത്തുന്ന ഒരു ഇത് തന്നെയാണ്. അത് ഈ വയർലെസ് ആയിട്ട് നമ്മളെന്തോ ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞത്, അതിൻ്റെ ഒരു സംഭവമാണ്. എനിക്കത് ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ നമ്മുടെ ഇയർഫോണിൻ്റെ ആ ബഡ് ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് 4 സെപ്പറേറ്റ് അതിൻ്റെ കൂട്ടത്തിൽ തരുന്നുണ്ട്. ഒരു 4 ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഇനി ഫോൺ, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. അതാണ് ഇത് കണ്ടോ, അതിൻ്റെ ഒരു ഗ്രേഡിയൻ കളർ കണ്ടോ, നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ അതിങ്ങനെ തിളങ്ങുന്ന പോലൊരു കളറാണ്, കണ്ടോ. ഒരു വയലറ്റും അല്ല പച്ചയും അല്ല, അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു കളറാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഫെദർ ടച്ചാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം.
കണ്ടോ, ഒന്ന് തൊട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടതേ ഉള്ളൂ. നല്ല ഫെദർ ടച്ചാണ്, നല്ല സ്മൂത്തായിട്ട് അങ്ങനെ. ഇതുണ്ടോ ആ ഡിസ്പ്ലേ കൂടി വണ്ടിയൊക്കെ ഓടുന്നുണ്ടോ. അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു, ചൈനക്കാരുടെ എല്ലാം അങ്ങനെയാണ്, അവരുടെ സംഭവങ്ങളൊക്കെ കൊള്ളാം. ഞാൻ ചൈനക്കാരെ പ്രൊമോട്ട് ചെയ്യുകയല്ല കേട്ടോ, ഇത് ഫോണിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ക്യാമറ കണ്ടോ, നല്ല സൂപ്പർ ക്ലാരിറ്റി ആയിട്ടുള്ള ക്യാമറയാണ് കണ്ടോ. ഇതിനകത്ത് നമ്മുടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഫോട്ടോസ്. ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു തരാം, പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അൺബോക്സിങ് വീഡിയോ കണ്ടല്ലോ. ഞങ്ങളിത് ഷോപ്പിൽ തന്നെ അൺബോക്സ് ആദ്യം ചെയ്തായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഇത് മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്തിട്ട് ആണ് അതുപോലെ തന്നെ തിരിച്ച് വെച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ കട്ടൊക്കെ ചെയ്ത് ആ പ്ലാസ്റ്റിക്കൊക്കെ പുറമേ ഉള്ളത് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നല്ല ഒരു ഫോണാണ്. ഈ വ്ളോഗ് ചെയ്യുന്നവർക്ക്, യൂട്യൂബ് വ്ളോഗ് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഫോണാണിത്. ഇതിപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്, പുതിയതായിട്ട് ഇതിൻ്റെ ഇതൊന്നും കടകളിൽ പോലും വന്നിട്ടില്ല. അടിപൊളി സാധനമാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം ഇതിൻ്റെ ബാറ്ററി പവർ എന്ന് പറഞ്ഞാൽ 4200 ചില്ലറ ബാറ്ററി mAh ബാറ്ററി പവറുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഇതാ ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എനിക്കറിയാവുന്ന അത്രയും ഞാൻ പറഞ്ഞു തരാം. എനിക്കിപ്പോൾ അത്ര നന്നായിട്ടൊന്നും പറയാനൊന്നും അറിയത്തില്ല, എന്നാലും എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനെക്കുറിച്ച് എനിക്ക് തോന്നിയത് ഞാൻ പറയുവാണ്. ഇതിൻ്റെ ക്യാമറ സപ്പോർട്ട് സൂപ്പറാണ് കേട്ടോ. ഞാനിപ്പോൾ വ്ളോഗ് എടുക്കുന്നതായതുകൊണ്ട് എനിക്ക് വ്ളോഗിനൊക്കെ പറ്റിയ, വ്ളോഗ് ചെയ്യുന്നവർക്കും ഫോട്ടോസ് എടുക്കാനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഫോണാണ്. ശരിക്കും ഇതിൻ്റെ ക്ലാരിറ്റി അതുപോലെ ക്ലാരിറ്റിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നല്ല തിന്നായിട്ട് നല്ല ഒത്തിരി കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പിലെ ഫോണാണ്. ഒത്തിരി എന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പോയൊക്കെ പോലെ തന്നെ, ഒപ്പോ പോലെ തന്നെ നല്ല വെയ്റ്റ്ലെസ്സുമാണ്. പിന്നെ വീതി ചില എൻ്റെ തിക്നെസ് കുറവാണ്. ഞാനിപ്പോൾ അതിൻ്റെ ബാക്ക് കവറൊക്കെ ഇട്ടതിന് ശേഷം കാണിക്കുവാണ് കേട്ടോ. ബാക്ക് കവർ എൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ബാക്ക് കവർ എൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്യാമറ എന്ന് പറഞ്ഞാൽ 48 MB ഒപ്റ്റിക്കൽ ഇമേജാണ്. പിന്നെ സെക്കൻഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ 8 മെഗാ വൈഡ് ആംഗിളാണ്. 120 ഡിഗ്രി വരെയുള്ള വെയിറ്റ് ആംഗിളിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ 5 മെഗാ പിക്സൽ മാക്രോ ക്യാമറയാണ്. പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ 13 മെഗാ പിക്സൽ ക്യാമറ. ഇതിനകത്ത് മൊത്തം 4 ക്യാമറയുണ്ട്. പിന്നെ ഒരു ഫ്ലാഷ് പുറകിൽ ഉള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഒന്നുമില്ല, പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് എൻ്റെ പവർ ബട്ടണും വോളിയം അപ്പും ഡൗണും ഒക്കെ വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് ആണ്. വെയ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ 174.5 ഗ്രാം വെയിറ്റേ ഉള്ളൂ, ലൈറ്റ് വെയിറ്റ് ആണ്. LED ഡിസ്പ്ലേ ആണ്. പിന്നെ ആ ഫ്രണ്ട് ക്യാമറ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് ക്യാമറ സാധാരണ വരുന്നത് ഒരു നടുക്ക് ഭാഗത്തായിട്ടാണ് സാധാരണ വരുന്നത്. പക്ഷേ ഇതിൻ്റെന്ന് പറഞ്ഞാൽ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അതിന് ഇവർ പറയുന്നത് ഫ്ലാറ്റ് അൾട്രാ ഹോൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി ഞാനിപ്പോൾ ഒന്ന് ചുമ്മാ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് നല്ല ക്ലിയറായിട്ട് പല പല ഓപ്ഷൻസ് ഉണ്ട് ഫോട്ടോസ് എടുക്കാൻ. ഇതിനകത്ത് പല പല ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മൈക്രോ ഇതുവരെ ഉണ്ട്. അതുപോലെ അത്ര സൂപ്പറായിട്ട് നമുക്ക് ക്യാമറ, ഏറ്റവും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഇതിനകത്ത് ക്യാമറയുടെ സംഭവമാണ്. എനിക്ക് പറ്റിയൊരു ഫോണാണ്. എന്ന് വെച്ചാൽ ബ്ലോഗ് എടുക്കുന്നത് കൊണ്ട് ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞിരുന്ന ആ ക്യാമറ, ഫ്രണ്ട് ക്യാമറ ഒരു സൈഡിലായിട്ടാണ്, നമ്മുടെ സാധാരണയൊക്കെ നടുക്ക് വരുന്ന പോലെയല്ല, ഒരു സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ
നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ആണ് കേട്ടോ. ഇത് പെട്ടെന്ന് ചാർജ് ആകും. 2 ദിവസം വരെ ഇതിൻ്റെ ചാർജ് നിൽക്കും ഉറപ്പായിട്ടും. നമ്മൾ ഉറപ്പായിട്ട് ഇതിൻ്റെ 2 ദിവസം വരെ ചാർജ് നിൽക്കുമെന്നാണ് പറയുന്നത്. ഞാനിപ്പം മേടിച്ചിട്ട് 1 ദിവസം ആയതേ ഉള്ളൂ. ഇതുവരെയും ചാർജ് പോയിട്ടില്ല. ഞാനിപ്പോൾ ആ ബാക്ക് കവറൊക്കെ ഇട്ടതിന് ശേഷമാണ് ഒന്ന് കാണിച്ചു തന്നത്. ഇപ്പോൾ അത് ഊരിയിട്ടൊന്ന് കാണിച്ചു തരുവാണ്. നമ്മൾ ഈ വെയിലത്തൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മുടെ ആ പുറകിലത്തെ ഇത് കളർ ഇങ്ങനെ നല്ല മിന്നുന്ന പോലെ തിളങ്ങും. അത് നല്ല രസമുണ്ട് കാണാനത്. നമുക്ക് ശരിക്കും ഈ പുറത്ത് ഞാൻ കടയിൽ പോയി തിരക്കി ഇതിൻ്റെ ബാക്ക് കവറൊന്നും ഇതുവരെ വന്നിട്ട് പോലും ഇല്ല കടകളിൽ. പുതിയതായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തതല്ലേ ഉള്ളൂ ഫോണ്. അപ്പോൾ ഇതുവരെയും പുറത്തൊന്നും കടകളിൽ ഇതിൻ്റെ ബാക്ക് കവറൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുന്ന ഫോണിലൊക്കെ ആണെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഇടണമായിരുന്നു. ഇതിനകത്തെന്ന് പറഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡിംഗ് അല്ലാതെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഫോട്ടോസ് ഞാനൊന്ന് എടുത്ത് കാണിക്കാം. എങ്ങനെ ക്ലിയർ ഉണ്ട്, ക്ലാരിറ്റി ഉണ്ടെന്ന്. ഞാൻ 2-3 ഫോട്ടോസ് എടുത്തത് കാണിച്ചു തരാം. ഇത് ഞാനൊന്ന് ചുമ്മാ വീഡിയോ എടുത്തതാണ് കേട്ടോ. അതിനകത്ത് വീഡിയോ ഒന്ന് എടുത്തതാണ്. അത് തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ളതാണ് കണ്ടോ വീഡിയോ. ഈ വീഡിയോയിൽ തന്നെ ഒത്തിരി ഓപ്ഷൻസ് അതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഫോട്ടോസ് എടുത്തത് കാണിച്ചു. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടച്ച് നല്ല പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഇയർഫോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സാധാരണ ഇയർഫോൺ പോലല്ല. അപ്പോൾ അത് ഞാൻ അതിനകത്തുനിന്ന് എടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു സ്ലോട്ടുണ്ട്, ഇതാണ് സംഭവം. നമ്മുടെ സാധാരണ ഇയർഫോൺ പോലൊന്നും അല്ല. അതിനകത്ത് നമ്മുടെ ഈ ചാർജറിൻ്റെ ഇതിനകത്താണ് ഇത് കുത്തേണ്ടത്. കുത്തിയിട്ട് അതിലേക്കാണ് നമ്മൾ ഇയർഫോൺ കണക്ട് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഇതിനും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ, നമ്മുടെ ചാർജറിൻ്റെ ആ ഇത് കുത്തുന്നത് വേറൊരു സ്ലോട്ട് വേണം. ഇതുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുത്താൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ ഇയർഫോൺ അല്ല ഉപയോഗിക്കുന്നത്. വയർലെസ് ആയിട്ടുള്ള ഇയർഫോണാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. എനിക്കറിയത്തില്ല എന്താണെന്ന്. ഇപ്പോൾ അതിനകത്ത് കുത്തി കണക്ട് ചെയ്തിട്ടാണ് ഇയർഫോൺ. പിന്നെ ഇയർഫോണിനെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഇയർഫോണാണ്. സൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ തിയേറ്ററിൽ സൗണ്ട് പോലെയാണ്. ഒരു ഇയർഫോണിൽ കൂടി നല്ല ഇതായിട്ട് തിയേറ്റർ മോഡൽ പോലെ നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാം. 3D ഇതുപോലെ നല്ല സൂപ്പറാണ് കേട്ടോ. ഇയർഫോൺ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 128 GB-യും 8 GB റാമുമാണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 32 MB ആണ്. അപ്പോൾ അത്ര ക്ലിയർ ആണ്. എന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ 34,990 രൂപയാണ് ഞാൻ മേടിച്ചപ്പോൾ ഉള്ള വില. ഇത്രയും വിലയാണ് ഇതിന് വരുന്നത് ഉള്ളൂ. എനിക്ക് ഫോണിനെ കുറിച്ച് പറയാൻ നല്ല അടിപൊളി ഫോണാണ്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതിൽ വിവോയിൽ ഏറ്റവും നല്ല ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പ്രോയും കൂടിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.